സ്വർണ്ണപ്പാളി വിവാദത്തിന് പുറമെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഇടത് തോൽവിയെ നേർരേഖയിൽ തന്നെ വെള്ളാപ്പള്ളിയുമായി ചേർത്ത് വയ്ക്കുന്ന വിലയിരുത്തലുകൾ നിരവധി വന്നുകൊണ്ടിരിക്കുന്നു. CPIM ഈ അനുമാനം തള്ളിക്കളയുന്നെങ്കിലും ആ വിമർശനം പല കോണുകളിൽ നിന്ന് അതിശക്തമാണ്. വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ വിദ്വേഷ നിലപാടുകൾക്ക് CPIM മുഖ്യമന്ത്രിയും കുടപിടിച്ചെന്നാണ് മുഖ്യ ആരോപണം. തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്ക് അക്കമിട്ട് മറുപടിയുമായി വെള്ളാപ്പള്ളി ഇന്ന് മുന്നോട്ട് വന്നു. താൻ മുസ്ലിം വിരോധിയല്ല, വിമർശിക്കുന്നത് മുസ്ലിം ലീഗിനെ മാത്രമാണെന്നാണ് വെള്ളാപ്പള്ളിയുടെ എതിർവാദം. പരാജയത്തിന് പിന്നാലെ പിണറായി വിജയനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നതിൽ ഘടകകക്ഷികളെയും വെള്ളാപ്പള്ളി വിമർശിച്ചു. വെള്ളാപ്പള്ളി ബന്ധം CPIMന് വലിയ തിരിച്ചടിയായോ? LDF തോൽവിക്ക് മറ്റൊരു കാരണം വെള്ളാപ്പള്ളിയാണോ? ആദ്യം RD എക്സ്ട്രാ. തദ്ദേശ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ LDF തോൽവിയുടെ പ്രധാന കാരണങ്ങളിലൊന്നായി ചൂണ്ടിക്കാട്ടപ്പെട്ടത് വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളിയുടെ വർഗീയ വിദ്വേഷ പരാമർശങ്ങളോട് LDF വിശിഷ്യ CPIM അനുഭാവ നിലപാട് സ്വീകരിച്ചത് തിരിച്ചടിച്ചെന്നായിരുന്നു വിലയിരുത്തലുകൾ. മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളിയും അയ്യപ്പ സംഗമ വേദിയിൽ ഒന്നിച്ചെത്തിയതും മുസ്ലിം സമുദായത്തെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ മൗനം പാലിച്ചതും വോട്ട് നഷ്ടപ്പെടാൻ കാരണമായെന്ന് വിമർശനമുയർന്നിരുന്നു. വെള്ളാപ്പള്ളിയുടെ ഇസ്ലാമോഫോബിക് നിലപാടുകളെ CPIM പിന്തുണച്ചുവെന്ന രീതിയിൽ ഭാവിയിലും തിരിച്ചടിക്ക് സാധ്യതയുണ്ടാക്കും വിധം കാര്യങ്ങൾ ചർച്ചയായി. ഇതോടെയാണ് മുഖ്യമന്ത്രിയുടെ കാറിൽ യാത്ര ചെയ്തതടക്കമുള്ള കാര്യങ്ങളും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ പ്രസ്താവനകളും ന്യായീകരിച്ചും വിശദീകരിച്ചും വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം വന്നത്. LDFന്റെ തോൽവിക്ക് കാരണം താനല്ല, വികസന പ്രവർത്തനങ്ങൾ ജനഹൃദയത്തിലെത്തിക്കാൻ ഇടത് അണികൾക്ക് കഴിയാതെ പോയതാണെന്നാണ് വെള്ളാപ്പള്ളിയുടെ നിരീക്ഷണം. എങ്കിലും മൂന്നാം ഇടത് സർക്കാർ അധികാരത്തിലെത്താൻ സാഹചര്യമുണ്ട്. പക്ഷേ പ്രാദേശിക നേതാക്കൾ ചട്ടമ്പിത്തരം വിടണമെന്നും വെള്ളാപ്പള്ളി ഉപദേശിക്കുന്നു. RD എക്സ്ട്രാ, ന്യൂസ് മലയാളം. താൻ നടത്തിയ വിമർശനങ്ങൾ മുസ്ലിം സമുദായത്തിനെതിരെയല്ല, ലീഗിനെതിരെ ആയിരുന്നു എന്ന് വെള്ളാപ്പള്ളി നടേശൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. വാക്കുകളിലേക്ക്. അത് ഞാൻ മുസ്ലിം വിരുദ്ധ പരാമർശനമൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എന്നെ ചേർത്ത് പിടിച്ചിട്ട് എന്റെ സമുദായത്തിൽ പിണറായി എന്ത് തന്നു? അതൊക്കെ ഒരുമാതിരി കുറ്റം പറയാൻ വേണ്ടി, ഇഷ്ടമില്ലാത്ത അച്ഛൻ തൊട്ടതെല്ലാം കുറ്റം എന്ന് പറഞ്ഞ പോലെ എന്നെ എന്റെ സമുദായത്തിന് താറടിച്ച് കാണിക്കാനല്ല ഇവരെല്ലാം ചെയ്യണത്. ഈ ലീഗുകാരെ മതേതരത്വം പറയാൻ ഇവർക്ക് വല്ല അവകാശമുണ്ടോ? മുഖ്യമന്ത്രിക്കൊപ്പം കാറിൽ സഞ്ചരിച്ചതിനെ വിമർശിക്കുന്നവർ താൻ അയിത്തജാതിക്കാരനായതിനാലാണോ ആ പ്രചാരണം നടത്തുന്നത്? പാണക്കാട്ടെ തങ്ങന്മാരുടെ കാറിൽ മറ്റാരെയെങ്കിലും കയറ്റുമോ എന്നും വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചു. മതേതരത്വം പറയുന്നവർ മതാധിപത്യമാണ് ആഗ്രഹിക്കുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചു. ഞാൻ പിണറായിയുടെ വണ്ടി കയറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ അയിത്തജാതിക്കാരനായി പോയതുകൊണ്ടാണോ? ഈ പിണറായിയുടെ വണ്ടി എന്ന് ഞാനൊന്ന് കയറി എന്നത് ഈ രാജ്യത്ത് എന്താണ് മതേതരത്വം നഷ്ടപ്പെട്ടു പോയോ? ഇവിടെ മുസ്ലിമിന്റെ വണ്ടിക്കാരുണ്ട്, മുസ്ലിം ലീഗുകാര്. അവരുടെ വണ്ടിയിൽ അവരുടെ ആളുകളല്ലാതെ വേറെ ആരെങ്കിലും കയറ്റിക്കൊണ്ട് പോകുന്നുണ്ടോ? ആരും അതിനെപ്പറ്റി ചോദിക്കുന്നില്ല. ഇപ്പൊ ഞാൻ ആ ഒരു വണ്ടി കയറി എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് എന്നാ സുനാമി സംഭവിച്ചോ? ഇതെന്ത് വിവേചനമാണ്? മതേതരത്വം വാന്തോരാതെ പറയും മതാധിപത്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ദുഷ്ടശക്തികളാണ് ഇതുപോലുള്ള ആരോപണങ്ങൾ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി കുപ്പായം തുന്നുന്നുണ്ടെന്നും അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായി അവസാനിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിയും വരെ എല്ലാ ആഴ്ചയും വെള്ളാപ്പള്ളി എന്തെങ്കിലും പറയണമെന്നാണ് ആഗ്രഹമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരിച്ചടിച്ചു. അല്ല, അത് അദ്ദേഹം പറഞ്ഞതിനുള്ള മറുപടി ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടല്ല. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണമെന്ന് മാത്രമല്ല എൻ്റെ അഭ്യർത്ഥന. ഇനി അസംബ്ലി ഇലക്ഷൻ വരുന്നതിന് എൻ്റെ ഇടയിൽ എല്ലാ ആഴ്ചയും അദ്ദേഹത്തിൻ്റെ ഒരു പത്രസമ്മേളനം ഉണ്ടാകണം എന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. ഞാൻ പറയേണ്ട കാര്യത്തിന് ഞാൻ മറുപടി പറഞ്ഞോളാം. ഞാനൊന്നും അദ്ദേഹത്തെ ഒന്നും വിഷമിപ്പിക്കുന്ന രീതിയിലൊന്നും പറയില്ല. ഒരാൾ വന്നതുകൊണ്ട് വോട്ട് ഒഴുകി വരികയോ പോവുകയോ ചെയ്യുമോ എന്നായിരുന്നു ഈ വിഷയത്തിൽ EP ജയരാജന്റെ പ്രതികരണം. ഒരാളിങ്ങനെ വന്നാൽ അങ്ങ് ഒലിച്ചു പോവുക വോട്ട്? ഒരാൾ വന്നതുകൊണ്ട് ഇങ്ങനെ ഒഴുകി വരുമോ? എത്രമാത്രം ബാലിശമായിട്ടുള്ള വാദഗതികളാണ് നമ്മൾ ഉന്നയിക്കുന്നത്? ഇത് രാഷ്ട്രീയമാണോ? ഇതെല്ലാം ദുരുദ്ദേശപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങളും തെറ്റായിട്ടുള്ള നിലപാടുകളും. അതിൻ്റെ ഒന്ന് പിന്നാലെ പോകേണ്ട ഗതികേടൊന്നും CPIMനില്ല. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കേരള മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയാൽ ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് അതിലൊരു പ്രശ്നവും ഇല്ല എന്നാണ്. നമുക്ക് അതിലേക്ക് പോകാം. അതിനു മുമ്പ് സനീഷേ, ഒരു പ്രധാനപ്പെട്ട കാര്യം, വെള്ളാപ്പള്ളി നടേശൻ വലിയ തന്ത്രശാലിയായ ഒരു നേതാവാണ്. എനിക്ക് എല്ലാ സമയത്തും അതാണ് തോന്നിയിട്ടുള്ളത്. കാരണം അദ്ദേഹം പണിയെടുക്കുന്നത് BJPക്ക് വേണ്ടിയാണ്.
ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ പണി ബി ജെ പിക്ക് വേണ്ടിയാണ്. പക്ഷേ അദ്ദേഹത്തിന് നന്നായി അറിയാം ബി ജെ പിക്ക് അങ്ങനെ അത്ര എളുപ്പത്തിൽ ഇവിടെ ഒറ്റയടിക്ക് ഈ തൊട്ടു മുന്നിലുള്ള തെരഞ്ഞെടുപ്പിൽ ഇവിടെ പിടിച്ചെടുക്കാൻ കഴിയുന്ന സാഹചര്യമില്ല എന്ന്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയായ BDJS ആകെ 5 വാർഡിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒതുങ്ങുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. ഈ ആദ്യഘട്ടത്തിൽ BJPയെ വളർത്താനും ആ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായും ഒക്കെ തന്നെയാണ് അദ്ദേഹം ഈ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ പലതും നടത്തിയത്. അദ്ദേഹത്തിന് അത് എപ്പോഴും വ്യാഖ്യാനിക്കാനുള്ള പഴുത് അദ്ദേഹം ഇടും. ഞാനിത് ലീഗിനെതിരെയാണല്ലോ പറഞ്ഞത് എന്ന്. മുസ്ലിം വിരുദ്ധ പരാമർശം എന്നൊറ്റയടിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന പരാമർശങ്ങൾ നടത്തുകയും പിന്നീട് അത് ലീഗിനെതിരെയാണ് എന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യും. ആ ഘട്ടത്തിലെല്ലാം ഇടതുപക്ഷം അല്ലെങ്കിൽ CPIM അത് ലീഗിനെതിരെ പറഞ്ഞതാണ് എന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ വ്യാഖ്യാനത്തെ തൊടാതെ വിഴുങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രശ്നം. സനീഷ് എന്താ തോന്നുന്നു? അത് തന്നെയാണ്. അതായത് ഒന്ന്, ഇപ്പോൾ അദ്ദേഹം ഹർഷനിപ്പോൾ പറഞ്ഞല്ലോ അദ്ദേഹം BJPക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നതെന്ന്. അദ്ദേഹം പ്ലെയിനായിട്ട് BJPക്ക് വേണ്ടിയിട്ട് എപ്പോൾ പണിയെടുത്ത് തുടങ്ങുമോ അപ്പോൾ BJP തോക്കും. കാരണം കേരള രാഷ്ട്രീയത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രവും വെള്ളാപ്പള്ളി ഇടപെട്ട ചരിത്രവും വെച്ച് നോക്കുകയാണ് അദ്ദേഹം അനുകൂലിക്കുന്ന സംഘങ്ങളെല്ലാം തോൽക്കുക എന്ന നിലയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ BJPക്ക് പ്ലെയിനായിട്ട് എന്ന് വെച്ചാൽ തുറന്ന് വന്നിട്ട് BJPക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിച്ചു തുടങ്ങിയാൽ ഇപ്പോൾ ഇടതുപക്ഷം തോറ്റതുപോലെ BJPയും തോറ്റോളും എന്നാണ് BJPക്കാർ മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, ഈ കാർ കയറിയ എന്താ പ്രശ്നം നീ തരാൻ ചോദിക്കുന്നത്, അതിനെ അങ്ങ് മറികടന്ന് പോകാനുള്ളൊരു തന്ത്രം എന്ന നിലക്കായിരിക്കണം. കാർ കയറിയാലുള്ള പ്രശ്നം ആരെങ്കിലും ഒരാൾ കാറിൽ വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി എന്തെങ്കിലും തെറ്റ് വിചാരിക്കാൻ മാത്രമുള്ള രാഷ്ട്രീയ പ്രബുദ്ധ കുറഞ്ഞ ആളുകളൊന്നുമല്ലോ കേരളത്തിലെ ജനം. പക്ഷേ അദ്ദേഹം ഹർഷനിപ്പോൾ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിനെതിരെ ഒന്നുമല്ല, മുസ്ലിങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള മുസ്ലിം വിരോധ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. വളരെ മോശമായിട്ടുള്ള വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അത് നേരത്തെ നൗഷാദിൻ്റെ സംഭവത്തിൽ ഏറ്റവും എവിഡൻ്റ് ആയിരുന്നു. ഈ കഴിഞ്ഞ കുറച്ച് കാലത്തേക്ക് വല്ലാത്ത തോതിൽ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ എന്നാൽ പിന്നെ കൈ നീട്ടിയ ഉടനെ എന്നാൽ പിന്നെ കയറിക്കോ നടേശ എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി കാറിലേക്ക് കയറ്റിയിരുത്തിയത് എന്തായാലും അദ്ദേഹത്തിന് നല്ല മനസ്സുകൊണ്ടാണ് ചെയ്തതെന്നങ്ങ് വിചാരിക്കുക. പക്ഷേ അത് നല്ല തിരിച്ചടിക്കാരനായിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനിയിപ്പോൾ പാർട്ടിയും മുന്നണിയും PRN പോലുള്ള നേതാക്കളും ഒക്കെ അത് പ്രത്യേകിച്ച് കാരണമൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞ് അതിജീവിച്ച് ശ്രമിക്കാം എന്നല്ലാതെ അദ്ദേഹം ഈ നടത്തിയിരിക്കുന്ന കാര്യം എന്തായാലും ഇടതു മുന്നണിക്ക് നല്ല ദോഷം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ അദ്ദേഹത്തിന് ഒരു പക്ഷേ വിഷമമാകുന്നുണ്ടാകും. കാരണം എല്ലാവരും കൂടെ ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പിൻ്റെ, അതും ചെറിയ ചെറിയ കേന്ദ്രങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഈ തോൽവിയുടെ കുറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് വെള്ളാപ്പള്ളിയെ പറയുമ്പോൾ ചിലപ്പോൾ വെള്ളാപ്പള്ളി നടേശന് ഒരു ചെറിയ വിഷമം ഉണ്ടാകുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. ആ വിഷമം ഉണ്ടാകണം. കാരണം ഇമാതിരി ശരിയല്ലാത്ത വർത്തമാനങ്ങൾ ഏതെങ്കിലും ഒരു സമുദായത്തെ, അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ സമുദായത്തെ മറ്റുള്ളവർ പറഞ്ഞാലും അങ്ങനെ സമൂഹത്തിൽ വിഭജിക്കപ്പെടുന്ന മനുഷ്യരെ അവരുടെ അന്തസ്സ് കുറക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഏത് മുതലാളി നടത്തിയാലും അവർക്കൊരു തിരിച്ചടി കിട്ടുകയും പിന്നീട് അതിൻ്റെ മുകളിൽ വിഷമിക്കുകയും ചെയ്യുന്നത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം കുറച്ചൊന്ന് വിഷമിക്കട്ടെ. റൈറ്റ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കേരള മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയാൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും അതിലുണ്ടാവേണ്ടതില്ല. പക്ഷേ കേരള നവോത്ഥാനത്തിൻ്റെ പാരമ്പര്യം പേറുന്ന ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറിയെ അദ്ദേഹത്തിൻ്റെ കയ്യകലത്തിൽ നിർത്താൻ കേരള മുഖ്യമന്ത്രിക്ക് ആവുകയുമില്ല. പക്ഷേ നിരന്തരം വിദ്വേഷ പ്രസ്താവനകൾ തട്ടിവിടുന്ന വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്തയാളാണ് എന്ന പ്രതീതി ഉണ്ടാകുന്നതിൽ ന്യൂനപക്ഷത്തിന് അസ്വസ്ഥതയുണ്ടാകും. ന്യൂനപക്ഷത്തിൻ്റെ വോട്ടിംഗ് പാറ്റേണിൽ അത് പ്രതിഫലിക്കുകയും ചെയ്തു. വെള്ളാപ്പള്ളി കയറിയ കാറിൽ അദ്ദേഹത്തിൻ്റെ സമുദായം കയറിയില്ലെന്നതും വോട്ടിംഗ് നിലയിൽ തെളിയുന്നുണ്ട്. ആ സമുദായത്തിലെ രാഷ്ട്രീയ വോട്ടുകൾ ഒഴികെ കാര്യമായൊന്നും ഇടതിന് കിട്ടിയിട്ടുമില്ല.